ബെനിഫിറ്റ്സ് ഓഫ് ഹാവിങ് എ മെൻറ്റർ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. ടേക്ക് നോട്ട്സ്. ബെനിഫിറ്റ്സ് ഓഫ് ഹാവിങ് മെൻറ്റർ: നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഷെയറിങ്, അതുപോലെ അക്കൗണ്ടബിലിറ്റി ആൻഡ് മോട്ടിവേഷൻ, നെറ്റ്വർക്കിംഗ് ആൻഡ് കണക്ഷൻസ്, പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഷെയറിങ് എന്താണ്? നോളജ് ഷെയർ ചെയ്യാനും അതുപോലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടും സഹായിക്കും ഒരു മെൻറ്റർ, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോളജ് അനുസരിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം നിങ്ങളോട് ഷെയർ ചെയ്യും. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. കാരണം അദ്ദേഹം ഓൾറെഡി ഒരു റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പോയ വഴി നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ടൊരു മെൻറ്ററിനെ സാധിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഗതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു വ്യൂ പോയിൻറ്റിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം ഓൾറെഡി ഒരു ക്രിയേറ്റ് ചെയ്തൊരു പാത്തുണ്ട്, അതിലൂടെ നിങ്ങളങ്ങ് പോയാൽ മതി. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തെറ്റ് ചെയ്ത് പഠിക്കുന്നതാണോ നല്ലത് ഓൾറെഡി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പാത്തുണ്ട്, അത് ഫോളോ ചെയ്ത് റിസൾട്ട് ലഭിക്കുന്നതാണോ നല്ലത്? ടൈപ്പ് ഇൻ ദി ചാറ്റ് ബോക്സ്. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കേട്ട് പ്രവർത്തിക്കുന്നത് തന്നെയാണ് നല്ലത്, അല്ലേ? അപ്പോൾ അവിടെയാണ് ഒരു മെൻറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. നെക്സ്റ്റ്, അക്കൗണ്ടബിലിറ്റി ആൻഡ് മോട്ടിവേഷൻ. ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഒരു അക്കൗണ്ടബിലിറ്റി രീതിയിൽ, അതായത് ഡെയിലി മോണിറ്ററിങ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളുടെ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എത്രമാത്രം കാര്യങ്ങളാണ് ഞാൻ ഈ ദിവസം ചെയ്തത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ഞാൻ ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അല്ലാതെ നമ്മുടേതായിട്ടുള്ളൊരു റിതമിൽ, നമ്മുടേതായിട്ടുള്ളൊരു താളത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപക്ഷേ വിജയിക്കണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, ആക്ച്വലി ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ഷൻസ് ഒരു ഫാസ്റ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, നെറ്റ്വർക്കിംഗ് ആൻഡ് കണക്ഷൻസ്. അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണക്ഷൻസ് നിങ്ങളെ ഒരു കമ്മ്യൂണിറ്റി സിസ്റ്റത്തിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കണക്ഷൻസ് കൊണ്ട് നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട്, അലയൻസ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട്, ഓക്കെ, മെൻറ്ററിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കണക്ഷൻസും അലയൻസും യൂസ് ചെയ്തുകൊണ്ട്, കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് വിപുലീകരിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. നിങ്ങളുടെ പേഴ്സണൽ വ്യക്തിത്വ വികാസനം അതുപോലെ നിങ്ങളുടെ പ്രൊഫഷണലിയുള്ള ഡെവലപ്മെൻറ്റ്സിനുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ നിർദ്ദേശങ്ങളും ഒരു മെൻറ്ററിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ നെക്സ്റ്റ്, കൺസിഡറേഷൻസ് ഫോർ നീഡിങ് എ മെൻറ്റർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യം നോക്കാം. ഇൻഡിവിജ്വൽ ലേണിംഗ് സ്റ്റൈൽ നിങ്ങൾക്ക് ലഭിക്കും. നെക്സ്റ്റ്, സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള ലേണിംഗ് നിങ്ങൾക്ക് ലഭിക്കും. ആക്സസിബിൾ റിസോഴ്സസ് എന്തൊക്കെയാണ്, ആ ഒരു പർട്ടിക്കുലർ നീഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് ആക്സസിബിൾ ആക്കിത്തരും അദ്ദേഹം, അല്ലേ? ഇപ്പോൾ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ ടൂൾസാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ പോയി സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. മെൻറ്റർ എന്താണ് പറഞ്ഞത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഞാനതാണ് എൻ്റെ മെൻറ്റർ പറയുന്ന കാര്യം കൃത്യമായിട്ട് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, മെൻറ്റർ ഓൾട്ടർനേറ്റീവ്സ്. ഇപ്പം ട്രഡീഷണൽ വേയിൽ ഉള്ള മെൻറ്റേഴ്സ് ധാരാളമുണ്ട്. അതിനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ് ഡിജിറ്റൽ മെൻറ്റേഴ്സ്. ഓക്കെ, സോ കൺസിഡറേഷൻ ഓഫ് നീഡിങ് എ മെൻറ്റർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഡിവിജ്വൽ ലേണിംഗ് സ്റ്റൈൽ, സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്, ഓൾ ദ സ്റ്റഫ്. നെക്സ്റ്റ് വൺ, ഡിറ്റർമൈനിങ് ഇഫ് യു നീഡ് എ മെൻറ്റർ. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഐഡൻറ്റിഫൈ യുവർ ഗോൾസ് ആൻഡ് നീഡ്സ്. നിങ്ങളുടെ ഗോൾസിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട്, നിങ്ങളുടെ നീഡിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടൊരു ഫോക്കസ് നിങ്ങൾക്ക് തരാനായിട്ട് ആർക്ക് സാധിക്കും? മെൻറ്ററിന് സാധിക്കും. അതുപോലെ സെൽഫ് അസസ്മെൻറ്റ്, ഡെയിലി മോണിറ്ററിങ്ങിലൂടെ, അതുപോലെ നിങ്ങളുടെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടൊരു മെൻറ്റർ നിങ്ങളെ സഹായിക്കും. കൺസിഡറിങ് അവൈലബിൾ റിസോഴ്സസ്. എന്തൊക്കെയാണ് നിങ്ങളുടെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ നീഷുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ റിസോഴ്സസാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് ആർക്ക് സാധിക്കും? മെൻറ്ററിന് സാധിക്കും. ഓക്കെ, ആൻഡ് എക്സ്പീരിയൻസ് ഈസ് ദ മേജർ ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ഒരു മെൻറ്ററിൻ്റെ ആവശ്യകത വളരെ അത്യന്താപേക്ഷിതമാണ്, പ്രത്യേകിച്ച് ഒരു ഡിജിറ്റൽ ബിസിനസ്സിൽ. കൃത്യമായിട്ട് ആ ഒരു സിസ്റ്റം നിങ്ങൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതുകൊണ്ടാണ് എപ്പോഴും എൻ്റെ മെൻറ്റർ പറയാറുണ്ട്, സിസ്റ്റം വർക്ക്സ്, പീപ്പിൾ ഫെയിൽ. ഈ ഒരു സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ യു ഹാവ് ടു ഫോളോ ദ സിസ്റ്റം ബ്ലൈൻഡ്ലി. യു വിൽ സക്സസ്. ഓക്കെ, സോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ ലഭിച്ചത് എന്നുള്ള കാര്യം താഴത്തെ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. വിഷ് ഓൾ ബെസ്റ്റ്. താങ്ക് യു.